പ്രതിരോധിക്കാനില്ല, ഇനി ആക്രമണം. ഇറാനിൽ നിന്ന് പുറത്തു വന്ന ഈ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുണ്ടായിരുന്ന 60 ദിവസത്തെ ധാരണ അവസാനിച്ചു. സമാധാന ചർച്ചകൾ പ്രതീക്ഷിച്ചിരുന്ന ലോകത്തിന് മുന്നിൽ ഇപ്പോൾ വീണ്ടും ഉയരുന്നത് ഒരു വലിയ ഭീഷണിയാണ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ തുടരുമോ? അമേരിക്ക വീണ്ടും വലിയ ആക്രമണം നടത്തുമോ? ഇറാൻ ഇനി നേരിട്ട് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുമോ? അതിലും പ്രധാനമായി ഈ യുദ്ധത്തിലേക്ക് മറ്റു രാജ്യങ്ങളും നേരിട്ട് ഇറങ്ങുമോ? ഇറാന്റെ നിർണായക മാറ്റം പരിശോധിക്കാം. ഇതുവരെ ഇറാൻ തങ്ങളുടെ സൈനിക നടപടികളെ പ്രധാനമായും പ്രതിരോധം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ്. അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ പൂർണ്ണമായും ആക്രമണാത്മക സൈനിക നിലപാടിലേക്ക് മാറുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കാണ് ഇറാന്റെ പ്രധാന സമ്മർദ്ദ ആയുധം. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിലും അമേരിക്കൻ ഉപരോധത്തെ തകർക്കുന്നതിനുമായി സൈനിക നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. ഇതോടെ ഒരു കാര്യം വ്യക്തമാണ്: ഇറാൻ ഇനി വെറും ആക്രമണം തടയാൻ ശ്രമിക്കുന്ന രാജ്യമല്ല, അമേരിക്കയ്ക്ക് യുദ്ധത്തിന്റെ വില കൂട്ടാനുള്ള തന്ത്രത്തിലേക്കാണ് മാറുന്നത്. എന്തുകൊണ്ടാണ് ഹോർമുസ് ഇത്ര പ്രധാനപ്പെട്ടത്? ഇവിടെയാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ആയുധം വരുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പേർഷ്യൻ ഗൾഫിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ നിന്നുള്ള ആഗോള എണ്ണ വിതരണത്തിന് അത്യന്തം നിർണായകമായ കടൽപാത. ഇവിടെ കപ്പൽ ഗതാഗതം കുറഞ്ഞതോടെ ലോക വിപണിയിൽ എണ്ണ വില വീണ്ടും ഉയരുകയാണ്. ഓഗസ്റ്റ് 18-ന് ബ്രെന്റ് ക്രൂഡ് ഏകദേശം $91.49 വരെ ഉയർന്നു. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം വളരെ കുറഞ്ഞ നിലയിലാണ്. അതായത് ഇറാൻ ഹോർമൂസിനെ നിയന്ത്രിക്കുന്നുവെങ്കിൽ അതിന്റെ ആഘാതം അമേരിക്കയിലോ ഇറാനിലോ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കും എണ്ണവില വർധന നേരിട്ട് ബാധിക്കും. പെട്രോൾ, ഡീസൽ, ഗതാഗത ചെലവ്, വ്യവസായ ഉൽപാദന ചെലവ് എല്ലാം ഉയരാൻ സാധ്യത. അമേരിക്ക എന്താണ് പറയുന്നത്? ഇവിടെയാണ് അമേരിക്കയുടെ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജൂണിലെ ഇടക്കാല ധാരണ ഇനി നീട്ടാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ പ്രധാന ആവശ്യം ഒന്നു തന്നെയാണ്: ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ പാടില്ല. അതോടൊപ്പം ഹോർമുസ് കടലിടുക്കിലൂടെ സ്വതന്ത്രമായ കപ്പൽ ഗതാഗതവും അമേരിക്ക ആവശ്യപ്പെടുന്നു. ഇറാൻ ഇതിനെ അംഗീകരിക്കുന്നുമില്ല. ഇറാന്റെ വാദം അമേരിക്ക ആദ്യം ഉപരോധവും നാവിക ഉപരോധവും അവസാനിപ്പിക്കണമെന്നാണ്, സൈനിക സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നാണ്. അതിനുശേഷം മാത്രമേ സ്ഥിരമായ കരാറിലേക്ക് പോകാനാകൂ. അതുകൊണ്ടാണ് ചർച്ചകൾ വീണ്ടും വീണ്ടും തടസ്സപ്പെടുന്നത്. ട്രംപിന്റെ ഒമാൻ ഭീഷണി എന്തുകൊണ്ട് ഞെട്ടിക്കുന്നു? ഇപ്പോഴത്തെ ഏറ്റവും അപകടകരമായ സംഭവങ്ങളിൽ ഒന്നാണിത്. ഇറാനും അമേരിക്കയും തമ്മിൽ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് ഒമാൻ. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ഇറാനും ഒമാനും തമ്മിൽ ധാരണയിലെത്താനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. എന്നാൽ ഈ ചർച്ചകൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് തടസ്സമാകുകയാണെങ്കിൽ ഒമാനെതിരെ പോലും സൈനിക നടപടി സ്വീകരിക്കാമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ഇത് വലിയ ആശങ്കയാണ്. കാരണം ഒമാൻ ഇറാന്റെ ശത്രു രാജ്യമല്ല, മറിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ആശയവിനിമയത്തിന് വർഷങ്ങളായി പ്രധാനപ്പെട്ട ഇടനിലക്കാരനാണ് ഒമാൻ. അതുകൊണ്ട് തന്നെ ഈ ഭീഷണി യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇറാൻ ഒറ്റയ്ക്കാണോ? ഇതാണ് അടുത്ത വലിയ ചോദ്യം. ഇറാന് നേരിട്ട് അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ മാത്രമല്ല, പ്രാദേശിക തലത്തിൽ വിവിധ ശക്തികളുമായി ബന്ധമുള്ള ഒരു ശൃംഖലയുമുണ്ട്. യമനിലെ ഹൂതികൾ, ഇറാഖിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾ, മേഖലയിലെ മറ്റ് ഇറാൻ അനുകൂല ശക്തികൾ, ഇവരുടെ നീക്കങ്ങൾ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കഴിയും. അതേസമയം ഇറാൻ ഈ ഗ്രൂപ്പുകളുടെ എല്ലാ ആക്രമണങ്ങൾക്കും നേരിട്ട് ഉത്തരവാദിയാണെന്ന വാദം എല്ലായ്പ്പോഴും തെളിയിക്കപ്പെട്ടതല്ല. എന്നിരുന്നാലും ഹൂതി ആക്രമണങ്ങൾ ചെങ്കടലിലെയും സൗദി മേഖലയിലെയും സുരക്ഷയെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് US വേഴ്സസ് ഇറാൻ എന്നൊരു നേരിട്ടുള്ള യുദ്ധം മാത്രമല്ല, പശ്ചിമേഷ്യയിലെ പല മുന്നണികളെയും ബന്ധിപ്പിക്കുന്ന സംഘർഷമായി ഇത് മാറുകയാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന ശക്തികൾ ആരൊക്കെ? ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പങ്കാളികളിൽ ഒന്നാണ് റഷ്യ. റഷ്യ നേരിട്ട് അമേരിക്കക്കെതിരെ ഇറാനു വേണ്ടി യുദ്ധത്തിൽ പ്രവേശിച്ചിട്ടില്ല. എന്നാൽ റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം ശക്തമാണെന്ന് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. റഷ്യ ഇറാന് സൈനിക സാങ്കേതിക സഹായങ്ങളും ചില രഹസ്യാന്വേഷണ പിന്തുണകളും നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാൻ സംഘർഷം ഒരു ഘട്ടത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പരോക്ഷ ഏറ്റുമുട്ടലായി മാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. മറുവശത്ത് പാകിസ്ഥാനും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നയതന്ത്ര മധ്യസ്ഥതയിൽ സജീവമാണ്.
പാകിസ്ഥാൻ നേരത്തെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ശ്രമങ്ങളിൽ ഇടപെട്ടിരുന്നു. തുർക്കി പ്രസിഡന്റ് എർദോഗാനും ട്രംപിനോട് ഇറാനുമായുള്ള ചർച്ചകൾ തുടരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇറാനെ പിന്തുണയ്ക്കുന്നത് എല്ലാവരും സൈനികമായി ഇറാനൊപ്പം നിൽക്കുന്നു എന്നല്ല. പല രാജ്യങ്ങളും ഇറാന്റെ ചില നിലപാടുകളോട് രാഷ്ട്രീയമായി യോജിക്കുകയും യുദ്ധത്തിന് പകരം നയതന്ത്ര പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദം ഇറാനെ തകർക്കുമോ? ഇതാണ് അമേരിക്കയുടെ തന്ത്രത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗം. സൈനിക ആക്രമണത്തിനൊപ്പം സാമ്പത്തിക സമ്മർദ്ദവും ഉപരോധവും ശക്തമാക്കുകയാണ് അമേരിക്ക. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഇതിനകം വലിയ സമ്മർദ്ദത്തിലാണ്. വിലക്കയറ്റം, കറൻസിയുടെ മൂല്യത്തകർച്ച, വ്യാപാര തടസ്സങ്ങൾ, ഇറക്കുമതി പ്രതിസന്ധി, യുദ്ധത്തിന്റെ അടിസ്ഥാന സൗകര്യനാശം ഇവയെല്ലാം ഇറാനിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നു. സാമ്പത്തികമായി സമ്മർദ്ദം ചെലുത്തിയാൽ ഇറാൻ കീഴടങ്ങുമോ? അതോ അതിന്റെ ഫലമായി ഇറാൻ കൂടുതൽ ആക്രമണാത്മകമാകുമോ? ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ രണ്ടാമത്തെ സാധ്യതയാണ് കൂടുതൽ ശക്തമാകുന്നത്. ഇനി യുദ്ധം എങ്ങോട്ടാണ്? ഇതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. 3 സാധ്യതകളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഒന്നാമത്, വീണ്ടും ചർച്ചകൾ. അമേരിക്കയും ഇറാനും രഹസ്യ ചാനലുകളിലൂടെ ചർച്ച തുടരാൻ സാധ്യതയുണ്ട്. ഇതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. രണ്ടാമത്, ഹോർമൂസ് കേന്ദ്രീകരിച്ചുള്ള ഏറ്റുമുട്ടൽ. ഇറാൻ ഹോർമൂസിനെ കൂടുതൽ നിയന്ത്രിക്കുകയും അമേരിക്ക നാവിക ഉപരോധം ശക്തമാക്കുകയും ചെയ്താൽ കടലിടുക്ക് തന്നെ അടുത്ത യുദ്ധമേഖലയാകാം. മൂന്നാമത്, വലിയ പ്രാദേശിക യുദ്ധം. ഒമാൻ, ഇറാഖ്, യമൻ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സംഘർഷം വ്യാപിച്ചാൽ നിലവിലെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് തന്നെ മാറാം.